ഹലോ നമസ്കാരം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് BSc കമ്പ്യൂട്ടർ സയൻസ് സെമസ്റ്റർ 2 അതിൽ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആൻഡ് മൈക്രോ പ്രോസസ്സേഴ്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ കുറച്ച് പോർഷൻസ് ആണ്. അപ്പോൾ ആദ്യമേ തന്നെ ആർക്കിടെക്ചർ എന്താണെന്ന് നോക്കാം. കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ അതിൻ്റെ ഒരു ഫോർമൽ ഡെഫിനിഷൻ തന്നെ ആദ്യമേ നോക്കാം. Computer architecture is the basic design of a computer system that explains how its main parts such as the CPU, memory and input-output devices are connected and how instructions are fetched, decoded and executed. How the system is built to be fast, efficient and reliable. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇത് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടറിന്റെ ബേസിക് ഡിസൈൻ ആണ്. അതെന്തൊക്കെ ആ ബേസിക് ഡിസൈൻ എന്ന് പറയുമ്പോൾ ഈ കമ്പ്യൂട്ടറിന്റെ മെയിൻ പാർട്സ് ആയിട്ടുള്ള CPU, മെമ്മറി, ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസസ് ഇതൊക്കെ എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി കമ്പ്യൂട്ടറിൽ ഒരു പ്രോഗ്രാം റൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രോഗ്രാം എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണല്ലോ, ഈ ഇൻസ്ട്രക്ഷൻസ് എല്ലാം എക്സിക്യൂട്ട് ചെയ്യണം. അപ്പൊ ഇൻസ്ട്രക്ഷൻസിനെ എങ്ങനെ ഫെച്ച് ചെയ്യുന്നു, അതായത് എങ്ങനെ എടുക്കുന്നു, ഇനി അതെങ്ങനെ ഡീകോഡ് ചെയ്യുന്നു, അതായത് ഒരു ഇൻസ്ട്രക്ഷൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കിയെടുക്കുന്നു, അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതൊക്കെ എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടറിൽ ചെയ്യുന്നത്. അതുപോലെ കമ്പ്യൂട്ടർ വളരെ ഫാസ്റ്റ് ആയിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും റിലയബിൾ ആയിട്ടും വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത് ഫാസ്റ്റ്, എഫിഷ്യൻ്റ്, റിലയബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ വക കാര്യങ്ങളാണ് ഒരു കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ കമ്പ്യൂട്ടറിന്റെ ആർക്കിടെക്ചർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ, ഇന്റേണൽ ഡിവൈസുകൾ എങ്ങനെ, ഇന്റേണൽ പാർട്സ് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു, ആ പെർട്ടിക്കുലർ ഡിസൈനിൽ എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡീകോഡ് ചെയ്യുന്നത്, ഈ പെർട്ടിക്കുലർ സിസ്റ്റം ഫാസ്റ്റ്, എഫിഷ്യൻറ്റ്, റിലയബിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സിസ്റ്റത്തിൽ ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഈ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ വക കാര്യങ്ങളാണ് ഒരു കമ്പ്യൂട്ടർ ആർക്കിടെക്ചറിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് ടോപ്പിക് പറയുന്നത് പ്രോസസ്സർ ടു മെമ്മറി കമ്മ്യൂണിക്കേഷൻ ആണ്. അതായത് കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സറും കമ്പ്യൂട്ടറിന്റെ ഇന്റേണൽ മെമ്മറി, മെയിൻ മെമ്മറി എന്ന് പറയുന്നത്, മെമ്മറിയും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ നടക്കുന്നു. അപ്പൊ അതിൻ്റെ ഒരു ഡെഫിനിഷൻ ആദ്യം നോക്കാം. Processor memory communication refers to the process by which the central processing unit exchanges data and instructions with the main memory. This communication takes place through a bus. A bus is a collection of parallel lines or wires that transfer data, addresses and control signals between different parts of a computer system. ഡെഫിനിഷൻ ഇതാണ് പറയുന്നത്. പ്രോസസർ മെമ്മറി കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസ്സർ മെമ്മറിയും തമ്മിൽ, അല്ലെങ്കിൽ സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഡേറ്റയും ഇൻസ്ട്രക്ഷൻസും മെയിൻ മെമ്മറിയുമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്ന പ്രോസസ്, അതാണ് പ്രോസസ് മെമ്മറി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നത് ബസ് ത്രൂ ആണ്. എന്താണ് ബസ്? ഒരു ബസ് എന്ന് പറയുന്നത് ഡേറ്റയും അഡ്രസ്, കൺട്രോൾ സിഗ്നൽസ് ഇതൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കളക്ഷൻ ഓഫ് പാരലൽ ലൈൻസ് ആണ്. ഈ ലൈൻസ് വഴി, അല്ലെങ്കിൽ ബസ് വഴി ഡേറ്റയും അഡ്രസ്, കൺട്രോൾ സിഗ്നൽസ് ഒക്കെ കമ്പ്യൂട്ടറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും.
ഈ ബസ് തന്നെ പ്രോസസർ മെമ്മറി കമ്മ്യൂണിക്കേഷനിൽ ബസ്സിനെ നമുക്ക് മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ അഡ്രസ് ബസ്, ഡേറ്റ ബസ്, പിന്നെ മൂന്നാമത് കൺട്രോൾ ബസ്. അതായത് ഈ ഒരു ബസ് ആർക്കിടെക്ചർ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയാം. അതായത് നമ്മുടെ റോഡില് വാഹനങ്ങൾക്ക് കടന്നു പോകാൻ ഒരു ട്രാക്ക് ഉണ്ട്, പിന്നെ കാൽനട യാത്രക്കാർക്ക് നടന്നു പോകാൻ ഒരു ട്രാക്ക് ഉണ്ട്, പിന്നെ ചില സ്ഥലങ്ങളിൽ സൈക്കിള് കടന്നു പോകാനായിട്ട് മറ്റൊരു ട്രാക്ക് ഉണ്ട്. ഇപ്പൊ വാഹനങ്ങൾ കടന്നു പോകാനുള്ള ട്രാക്കിൽ കൂടെ വാഹനങ്ങൾ മാത്രമേ കടന്നു പോകൂ അല്ലെങ്കിൽ പോകാവൂ. സൈക്കിൾ ട്രാക്കിലൂടെ സൈക്കിൾ മാത്രമേ പോകൂ. കാൽനട യാത്രക്കാരുടെ ട്രാക്കിലൂടെ കാൽനട യാത്രക്കാർ മാത്രമേ പോകൂ. അപ്പൊ അവിടെ 3 ട്രാക്ക് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ 3 ബസ്. അഡ്രസ് ബസ് എന്ന് പറഞ്ഞാൽ ആ ബസ്സിലൂടെ മെമ്മറി അഡ്രസ് മാത്രമേ കടന്നു പോവുള്ളൂ, മെമ്മറി അഡ്രസ് മാത്രമേ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി രണ്ടാമത്തെ ബസ് ഡാറ്റ ബസ്. ഡേറ്റ ബസ് എന്ന് പറഞ്ഞാൽ ഡേറ്റ മാത്രമേ ഈ ബസ്സിലൂടെ കടന്നു പോവുള്ളൂ. നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ട്രാക്ക് തന്നെയാണത്. ഇനി കൺട്രോൾ ബസ്, ഇതിലൂടെ കൺട്രോൾ സിഗ്നൽസ് മാത്രമേ പാസ് ചെയ്യുള്ളൂ. അഡ്രസ് ബസിന്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. ട്രാൻസ്ഫേഴ്സ് ദ മെമ്മറി അഡ്രസ് ഫ്രം ദ CPU ടു ദ മെയിൻ മെമ്മറി, specifying the exact location to be accessed. മെമ്മറിയുടെ ഏതെങ്കിലും ഒരു ലൊക്കേഷനിൽ ഇരിക്കുന്ന ഡേറ്റ വേണം, അല്ലെങ്കിൽ ലൊക്കേഷൻ ആക്സസ് ചെയ്യണം. ആക്സസ് ചെയ്യുന്നത് ഒന്നുകിൽ അവിടെ നിന്ന് എന്തെങ്കിലും എടുക്കാനായിരിക്കും, അല്ലെങ്കിൽ അവിടേക്ക് എന്തെങ്കിലും വെക്കാനായിരിക്കും. അങ്ങനെ ആ ലൊക്കേഷൻ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ലൊക്കേഷൻ അഡ്രസ് വേണമല്ലോ. ആ അഡ്രസ് ട്രാൻസ്ഫർ ചെയ്യുന്നതാണ് ഈ അഡ്രസ് ബസ്. ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ അഡ്രസ് ബസ് യൂസ് ചെയ്യുന്നത്. ഇനി അങ്ങനെ നമ്മുടെ പ്രോസസ്സറിന് മെമ്മറിയിലേക്ക് എന്തെങ്കിലും എഴുതണം, അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്ന് എന്തെങ്കിലും എടുക്കണം. അങ്ങനെ എടുക്കുകയോ വയ്ക്കുകയോ ചെയ്യുന്നത് ഡേറ്റയാണ്. അപ്പൊ ഈ ഡേറ്റ ഏത് വഴി പോകും? ഡാറ്റ ബസ് വഴി പോകും. ഇനി മൂന്നാമത്തെ ബസ് കൺട്രോൾ ബസ്. അതിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? ട്രാൻസ്ഫേഴ്സ് കൺട്രോൾ സിഗ്നൽസ് സച്ച് ആസ് റീഡ് ആൻഡ് റൈറ്റ് ടു മാനേജ് ദ ഡേറ്റ ട്രാൻസ്ഫർ പ്രോസസ്. അതായത് മുൻപ് പറഞ്ഞ 2 ബസ്സും, അഡ്രസ് ബസ് പറയുന്നത് ഇന്ന അഡ്രസ്സിലാണ് വയ്ക്കേണ്ടത് അല്ലെങ്കിൽ എടുക്കേണ്ടത്. ഡേറ്റ, ഈ വയ്ക്കേണ്ട ഡേറ്റയാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ ഇനി വെക്കണോ എടുക്കണോ, അതായത് റീഡ് ചെയ്യണോ റൈറ്റ് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്, അതിനുള്ള സിഗ്നൽസ് പോകാനുള്ള വഴിയാണ് ഈ കൺട്രോൾ ബസ് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എങ്ങനെ നടക്കുന്നു എന്ന് നോക്കാം. ഈ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സിന്റെ സ്റ്റെപ്പാണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്, the CPU places the required memory address on the address bus. ഇപ്പൊ ഏത് മെമ്മറിയിലാണോ വെക്കേണ്ടത് എടുക്കേണ്ടത്, ആ മെമ്മറിയുടെ അഡ്രസ് ബസ്സിൽ വെക്കും നമ്മുടെ CPU. അടുത്ത സ്റ്റെപ്പ്, കൺട്രോൾ ബസ് സെൻസ് എ സിഗ്നൽ ടു ഇൻഡിക്കേറ്റ് വെദർ ഇറ്റ് ഈസ് എ റീഡ് ഓർ റൈറ്റ് ഓപ്പറേഷൻ. അടുത്ത് ചെയ്യേണ്ടത്, നമുക്ക് റീഡ് ആണോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ റൈറ്റ് ആണോ ചെയ്യേണ്ടത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്നൽ, റീഡിന് ഒരു സിഗ്നൽ ആയിരിക്കും, റൈറ്റിന് വേറൊരു സിഗ്നൽ ആയിരിക്കും. ആ സിഗ്നൽ കൺട്രോൾ ബസ്സിലേക്ക് വെക്കുക. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, ഇൻ എ റീഡ് ഓപ്പറേഷൻ ഡേറ്റ ഈസ് ഫെച്ച്ഡ് ഫ്രം ദ മെമ്മറി ആൻഡ് പ്ലേസ്ഡ് ഓൺ ദ ഡാറ്റ ബസ് ഫോർ ദ CPU ടു യൂസ്. ഇനി നമുക്ക് റീഡ് ഓപ്പറേഷൻ ആണ് വേണ്ടതെങ്കിൽ ഡേറ്റ നമ്മുടെ അഡ്രസ് ബസ്സിൽ ഇരിക്കുന്ന അഡ്രസ്സിൽ നിന്ന് ഡേറ്റയെ എടുത്ത് ഡേറ്റ ബസ്സിലേക്ക് വെച്ചു കൊടുക്കും. അവിടെ നിന്ന് CPU-ന് ഇത് എടുക്കാം. ഇനി അതല്ല റൈറ്റ് ഓപ്പറേഷൻ ആണെങ്കിലോ, റൈറ്റ് ഓപ്പറേഷൻ ആണെങ്കിൽ നമ്മുടെ CPU ഓൾറെഡി ഡേറ്റ ബസ്സിൽ ഡേറ്റ വെച്ചിട്ടുണ്ടാകും. അതിനെ എടുത്ത് അഡ്രസ് ബസ്സിൽ ഇരിക്കുന്ന ലൊക്കേഷനിൽ വെക്കുന്നു. ഇതാണ് കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. താങ്ക് യു.